ഒരു സിനിമയുടെ എഡിറ്റർ ആരാണെന്നറിയാത്ത കാലഘട്ടം മുതൽ എഡിറ്ററിൻ്റെ പേരറിഞ്ഞ് പടം കാണാൻ പോകാൻ വഴികാട്ടിയായ നമ്മുടെ എല്ലാവരെയും സ്വന്തം ഷമീർ മുഹമ്മദാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഒരു സ്റ്റുഡിയോ ഉണ്ട്, 23 സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെ കുറേ എഡിറ്റേഴ്സ് വന്ന് എഡിറ്റ് ചെയ്യും. ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. 6-7 മാസം ദുരിത ജീവിതമായിരുന്നു അവിടെ. അടിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അടിമയായിരുന്നു. ഒരുപാട് ജോലികളുണ്ടാവും. ചില ബാത്റൂമൊക്കെ കഴുകേണ്ടി വരും. കഴുകിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങായിരുന്നു അവിടെ കിടന്നിട്ട്. ഉറങ്ങുന്നത് എന്തോ ഒരു ചക്ക വീണ പോലെ പുറത്ത്. ഞാൻ നോക്കുന്ന സമയത്ത് ഇയാൾ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അടിക്കാനുള്ള കാരണം ഉറങ്ങിയതിന് പൈസ ഉണ്ടാവില്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ ശനി ഞായറും നാട്ടിലേക്ക് വരും. ഇവിടെ വന്നിട്ട് 2 വെഡിങ് 3 വെഡിങ് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തിരിച്ച് കയറി പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു വരുന്നതെന്ന് വെച്ചാൽ ഈ ടിക്കറ്റ് കിട്ടില്ല ചെന്നൈയിൽ നിന്ന്. ഇരുന്ന് ഉറങ്ങാൻ സ്പേസ് കിട്ടി ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറക്കം വരില്ലേ. അപ്പം കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ബാത്റൂമിൻ്റെ ഏരിയയിൽ വിരിച്ചിട്ട് അവിടെ കിടക്കും. ഈ അടി കിട്ടിയപ്പോഴും ബാത്റൂമിൽ കിടന്ന സമയത്തും ഒരു മടുപ്പ് പിന്നെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ബാത്റൂമിൽ ആ ഏരിയയിൽ സീറ്റ് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. മാർക്കോ രേഖാചിത്രം തുടങ്ങിയ ARM പോലുള്ള ചിത്രങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം ഷമീറിക്കയുടെ സ്റ്റുഡിയോയിലാണ്. ഈ ഒരു ലാപ്പിലാണ് എത്ര പടങ്ങളാണ്? 50.